ഉസ്താദിന്റെ മൈക്ക് കിട്ടുന്നില്ല. ഉസ്താദിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? കരീം ഫൈസി ഉസ്താദിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഉസ്താദ് ശബ്ദം കേൾക്കുന്നുണ്ടോ? DC ആണെങ്കിൽ ഞാനൊന്ന് ബൗൺസ് ചെയ്യാം. കേൾക്കുന്നുണ്ടാവില്ല അല്ലേ? ഒന്ന് ബൗൺസ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. നമുക്ക് പെട്ടെന്ന് ഇവിടെ വരുത്താം. ഉസ്താദ് DC ആണെന്ന് തോന്നുന്നു. അതാണ് റൈസാൻ ചെയ്ത ഉടനെ എന്തായി മൈക്ക് കിട്ടുന്നില്ല. അപ്പൊ ഒന്ന് പുറത്തു പോയി വന്നാൽ ശരിയാവും ഇൻഷാ അല്ലാഹ്, ശരിയാവും. അപ്പോ ഇൻഷാ അല്ലാഹ് ഏതായിരുന്നാലും പിന്നെ സിറാജി അമ്മ ബഹുമാനപ്പെട്ട KMS മൗലവിയൊക്കെ കള്ള ഐഡിയിൽ വന്നിട്ടുണ്ട്. കള്ള ഐഡി എന്ന് പറയാൻ പറ്റില്ല, ഒറിജിനൽ ഐഡിയിൽ വന്നിട്ടുണ്ട് എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോ ഇൻഷാ അല്ലാഹ് കരീം ഫൈസി ഉസ്താദ് എത്രയും പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് കയറും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് പറ്റി കയറുന്നില്ലല്ലോ? അപ്പൊ നമുക്ക് കരീം ഫൈസി ഉസ്താദ് വന്നിട്ടുണ്ടെങ്കിലേ ഒരു പടപ്പാട്ടിന്റെ എന്തെങ്കിലും രണ്ട് അതിന്റെ ഒരു ചെറിയ ഭാഗമെങ്കിലും കേൾക്കണം എന്നുള്ള പ്രതീക്ഷയിലാണ് ഉസ്താദ് വിളിച്ചത്. ഉസ്താദ് മൈക്ക് കിട്ടാതെ പോയി. ഞാനൊന്ന് ബൗൺസ് ചെയ്തിട്ടുണ്ട്. ഏതായിരുന്നാലും വരുന്നില്ല. എന്ത് പറ്റിയറിയില്ല. റീസ്റ്റാർട്ട് ചെയ്യാൻ പോയോ എന്നും അറിയില്ല. ഉസ്താദ് വന്നാൽ ഉടനെ നമുക്ക് ഉസ്താദ് എത്തിയിട്ടുണ്ട്. മൈക്കിൽ വരും. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കറണ്ട് പോയതാണ്. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി ഫായിസീന ബിർളാഹി മാ ബഅദ്. കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ഓക്കെ. ഇൻഷാ അല്ലാഹ് ഞാൻ മക്കം ഫത്ഹ് പറയണം എന്ന് ഉദ്ദേശിച്ചിട്ട് അത് നോക്കാൻ കുറച്ച് ദിവസങ്ങളായി നോക്കാൻ തുടങ്ങിയിട്ട്. ഇത് മുമ്പ് പറഞ്ഞതല്ല. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ഒരു സഹായം ഞാൻ ആവശ്യപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭംഗി പോലെ അത് പറയുവാനും കേൾക്കുവാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതിന്റെ തുടക്കം എന്നുള്ള നിലക്ക് ബദരീങ്ങളുടെ പേരിൽ എല്ലാവരും ഒരു ഫാത്തിഹ സൂറത്ത് ഓതണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഇലാ ഹദ്റത്തുൽ ബദരീൻ അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചരിത്രം അതിന്റെ ഹക്ക് പോലെ പറയുവാനും കേൾക്കുവാനും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഇത് നോക്കി പൂർത്തിയായിട്ടില്ല. അപ്പോൾ നിങ്ങളോട് കൂടെ പങ്കുവെക്കുകയാണ്. ഉസ്താദുമാർ പ്രത്യേകിച്ച് എവിടെയെങ്കിലുമൊക്കെ ചരിത്രത്തിനോട് എതിരായിട്ടോ മറ്റോ പരാമർശം ഉണ്ട് എങ്കിൽ അതെന്നെ അറിയിക്കണം. അതൊരപേക്ഷയാണ്. കാരണം ഇത് എഴുതിയിരിക്കുന്ന ആള് പിന്നെ എന്താണ് അദ്ദേഹത്തിന്റെ പേര്, മച്ചിങ്ങലകത്ത് മുഹീദ്ദീൻ മുല്ല എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം അതിന് അവലംബിച്ചിരിക്കുന്ന ഹസനുൽ ബക്കരി എന്ന് പറയുന്ന ഒരാളുടെ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥം കയ്യിലില്ല. അതുകൊണ്ട് തന്നെ പരന്നുകൊണ്ട് ഇതിന്റെ ചരിത്രങ്ങളൊന്നും വായിക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല. പൊതുവെ മക്കം ഫത്ഹിനെ പറ്റി നമുക്കൊക്കെ അറിയാവുന്ന ചരിത്രങ്ങൾ മാത്രമേ എനിക്കറിയുള്ളൂ. അപ്പൊ ഇതിൽ പറഞ്ഞത് എന്തൊക്കെയാണ്? പൊതുവെ ഒരു ചരിത്രകാരനാകുമ്പോൾ, ഒരു ഗ്രന്ഥരൂപത്തിലാകുമ്പോൾ അത് കുറച്ച് വിശദീകരണം കൂടും. അത് ആധികാരികമായിക്കൊണ്ട് ഗ്രന്ഥത്തിനോട് വല്ലതും എതിരുണ്ടെങ്കിൽ അത് അറിയിക്കണം എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. ഉസ്താദുമാരുടെ സഹായം ഞാൻ ആവശ്യപ്പെടുകയാണ്. ഏതായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് തുടങ്ങാം അല്ലേ? എന്താ ആരൊന്നും ഉണ്ടാത്ത് തുടങ്ങല്ലേ? ശബ്ദം കേൾക്കുന്ന ആൾക്കാർക്ക് ഒന്ന് എസ് അടിക്കുക. ഓക്കെ. ഫർദാനിയത്തിസ്മു ഉഗന്ധായത്തിൽ പകലും വെയിലും മഹ്ലിയത്തിൽ കരുണത്തിരുമോഹം കവിന്ത് പൊന്തി കബറുദ്ദുജാവേതൈ പുറമിൽ ചിന്തി പൊരുളുറ്റതിൽ നാടി ജലാലിയത്താൽ
പെരുമാൻ പകുത്താലം അടവേ മുത്താൽ തരുളും ഹത്തിമായി പിൻറുസുൽ സംഘത്തിൽ ഇഹമപ്പൊളിൽ കങ്കൽ കതിലെങ്കത്തിൽ ലെങ്കും വിശാലറ്റും കമാലിയത്താൽ ലഹീലിൽ തിമരൻ പോയി ബലീസീനത്താൽ. ആദ്യമായി പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകം പടക്കുവാൻ കാരണം അല്ലാഹു തആല കുന്തു കൻസൻ മഖ്ഫിയ, ഞാനൊരു മറക്കപ്പെട്ട നിധിയായിരുന്നു എന്നും പിന്നീട് ഞാൻ ലോകം അറിയണമെന്ന് ആഗ്രഹിച്ചു, അങ്ങനെ ഈ ലോകം പടച്ചു. ഞാൻ വിശദമായി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവസാന ഖുർആൻ പ്രവചിച്ചുകൊണ്ട് മഹാനായിരിക്കുന്ന പ്രവാചക തങ്ങളെ അല്ലാഹു തആല ഈ ലോകത്തേക്ക് ഒരു പഞ്ചകളിൽ കുറിക്കുമ്പോൾ പ്രവാചകന്റെ അവസാന പ്രവാചകൻ ഇനി അനുയോജ്യമാരി ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? മറുപടിയില്ലാത്ത പരിപൂർണനായിരിക്കുന്ന പ്രവാചകൻ എന്നുള്ളത് എന്തുകൊണ്ടും പരിപൂർണനായിരിക്കണം. അതിനനുയോജ്യമായിരിക്കുന്ന ഒരു കുടുംബത്തിൽ ജനിക്കണം, അതിനനുയോജ്യമായിരിക്കുന്ന മാതാപിതാക്കളായിരിക്കണം, അതിനനുയോജ്യമായിരിക്കുന്ന വ്യക്തി പ്രഭാവം ഉണ്ടായിരിക്കണം. അതിനെല്ലാം യോജിച്ചുകൊണ്ട് തന്നെ മഹാനായിരിക്കുന്ന പ്രവാചകനെ അല്ലാഹു തആല ഈ ലോകത്തേക്ക് അയക്കുകയാണ്. എങ്കും റിസാലത്തും കമാലിയത്താൽ ലൈലിൽ തിമാരൻ പോയി ബലീസീനത്താൽ മങ്കേ കുഫിർ മോകം മഹാപീഠത്താൽ മാളും നഴീൻ കാനം അതിനഷ്ടത്താൽ കങ്കാച്ചുടർ ചിന്തും സബലോകത്താൽ താഹാനബിയോടുൽ ഹസദൂറ്റത്താൽ. അങ്ങനെ മഹാനായിരിക്കുന്ന പ്രവാചകനെ ഈ പ്രബോധനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി പല മാർഗങ്ങളും അവർ നോക്കി. ഭീഷണിപ്പെടുത്തി നോക്കി, അതുപോലെ തന്നെ വാഗ്ദാനങ്ങൾ ചെയ്തു നോക്കി, പ്രലോഭനങ്ങൾ ചെയ്തു നോക്കി. ഇതിലൊന്നും തന്നെ വഴങ്ങാതെ മഹാനായിരിക്കുന്ന പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനവുമായി കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ മഹാനായിരിക്കുന്ന പ്രവാചക പ്രഭു പ്രബോധനവുമായി കൊണ്ട് മുന്നോട്ട് പോവുകയാണ് എന്ന് കണ്ടപ്പോൾ മറ്റൊരു നിവൃത്തിയുമില്ലാതെ അവര് വാളെടുക്കാൻ തന്നെ തീരുമാനിച്ചു. ബന്ധം വരുത്തിയോർ പടതന്ത്രത്താൽ വള്ളൽ നബി പാലങ്ങളിൽ ശിദ്ധത്താൽ നേടി ബദർ ഉഹദ് ഹുദൈബിയത്താം നേരെ ഹൈബർ മറ്റടൽ പീരിയ. മഹാനായിരിക്കുന്ന പ്രവാചക പ്രഭു ആദ്യമായിക്കൊണ്ട് ബദർ നടത്തി. ഈ ചരിത്രം നമുക്കറിയാം. എന്താണ് ബദർ? അതുപോലെ തന്നെ അതിന് പ്രതികാരം എന്നുള്ളോണം ഉഹദ് നടത്തി, ഹുദൈബിയ നടത്തി, അതുപോലെ തന്നെ ഹൈബർ നടത്തി. ഈ യുദ്ധങ്ങളിലൊക്കെ തന്നെ ഒരു പരാജയം എന്ന് ആലകാരികമായി കൊണ്ട് പറയാൻ പറ്റുന്ന ഒരു യുദ്ധം ഉഹദ് മാത്രമാണ്. പക്ഷേ ഉഹദിൽ തന്നെ മഹാനായിരിക്കുന്ന പ്രവാചകൻ വിജയിച്ചില്ല എന്നുള്ളത് ശരിയാണ്, പക്ഷേ ശത്രു അവിടെ വിജയിച്ചിട്ടില്ല എന്നുള്ളതും ശരിയാണ്. കാരണം ഒരു യുദ്ധത്തിൽ നടക്കുന്ന സമയത്ത് ആ യുദ്ധത്തിൽ മറുപക്ഷം പരാജയപ്പെട്ടു എന്ന് വരണമെങ്കിൽ ഒന്നിരിക്കൽ ആ യുദ്ധ നേതാവിനെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കണം, അല്ലെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട അനുയായികളെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കണം. ഇവിടെ മഹാനായിരിക്കുന്ന ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഷഹീദ് ഒഴിച്ചാൽ, അദ്ദേഹത്തിന്റെ വഫാത്ത് ഒഴിച്ചാൽ അവിടെ പ്രധാനപ്പെട്ട ആരെയും ഉഹദിൽ വധിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. 70ഓളം സഹാബികളെ വധിക്കാൻ അവർക്ക് സാധിച്ചു. എങ്കിലും മഹാനായിരിക്കുന്ന പ്രവാചകനെ കൊല്ലുവാനോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുവാനോ, അതുപോലെ മഹാനായിരിക്കുന്ന സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെയോ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെയോ അതുപോലെയുള്ള പ്രധാനപ്പെട്ട ഒരു സഹാബിയെയും പിടിക്കുവാനോ അതുപോലെ അവരെ അറസ്റ്റ് ചെയ്യുവാനോ ഒന്നും തന്നെ അവർക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ബദർ യുദ്ധം കഴിഞ്ഞ ഉടനെ മഹാനായിരിക്കുന്ന പ്രവാചകൻ ഒളിച്ചിരിക്കുന്ന ആ സ്ഥലത്തേക്ക് നോക്കിയിട്ട് അബൂ സുഫിയാൻ വിളിച്ചു ചോദിക്കുന്നു, മുഹമ്മദ് ജീവിച്ചിരിക്കുന്നുണ്ടോ? മുഹമ്മദ് ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മഹാനായിരിക്കുന്ന പ്രവാചകൻ മറ്റുള്ള ആളുകളോട്, സഹാബികളോട് ആംഗ്യം കാണിക്കുന്നു, ആരും മിണ്ടിപ്പോകരുത്. രണ്ടാമത് ചോദിക്കുന്നു, അബൂബക്കർ ജീവിച്ചിരിക്കുന്നുണ്ടോ? ആ സമയത്ത് മഹാനായ പ്രവാചകൻ ആംഗ്യം കാണിക്കുന്നു, ആരും മിണ്ടിപ്പോകരുത്. മൂന്നാമത്തെ പ്രാവശ്യം വീണ്ടും ചോദിക്കുന്നു, ഉമർ ജീവിച്ചിരിക്കുന്നുണ്ടോ?
ഈ സമയത്ത് മഹാനാക്കുന്ന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന് ദേഷ്യം വന്നു. ആ സമയത്ത് അവിടുന്ന് ഉറക്കനെ വിളിച്ചു പറഞ്ഞു, എടാ ഹംക്കെ, ഞങ്ങൾ എല്ലാവരും ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന്. ആ സമയത്ത് അബൂ സുഫിയാൻ മനസ്സിലാക്കുകയാണ്, മുഹമ്മദിനൊന്നും പറ്റിയിട്ടില്ല, അബൂബക്കറിനൊന്നും പറ്റിയിട്ടില്ല, ഉമറിനൊന്നും പറ്റില്ല, പിന്നെ എന്ത് വിജയമാണ് നമ്മൾ വിജയിച്ചത്? പിന്നീട് ഈ യുദ്ധത്തിൽ എന്ത് വിജയമാണ് ഉണ്ടായത്? പിന്നീട് സത്യത്തിൽ അതിനെ പ്രതികാരം ചെയ്യണം എന്നുള്ള രൂപത്തിൽ അതിന് വേണ്ടി അവരെ താമസിച്ചു. എങ്കിലും അത് പ്രവാചകൻ മണത്തറിഞ്ഞുകൊണ്ട് അവരെ തുരത്തി ഓടിക്കുകയായിരുന്നു. അങ്ങനെ നടി കുറൈശോർകൾ ഒയോബിയത്താൽ ബമ്പുറ്റ സിഹാബോർ സുയൂഫിയത്താൽ പാടി അബുൽ ഹസനിൽ ബക്കേരിയുണ്ടേ ഫളോർത്തമക്കുള്ള കിതാബില് കണ്ടേ. നടി സഹാബോർകൾ കുറൈശികള നിക്കും വശി തോറും മുടിയോർ കുറൈശികൾ വരും വഴിയൊഴുക്കായി മുതലും ബുഹത്തും മറ്റൊരുനും ഷാമുക്കായി പതിയാം മദനിയർ ത്വരീഖിൽ നിണ്ട് പറ്റി പറിത്തവർ നിദാനം കൊണ്ട്. അങ്ങനെ മഹാനായിരിക്കുന്ന പ്രവാചക പ്രഭുവും അവിടുത്തെ സഹാബാക്കളും മക്കയിൽ ഉപേക്ഷിച്ചു പോന്ന അവരുടെ സ്വത്തുക്കളുമായി കൊണ്ട് കച്ചവടത്തിന് പോയ അബൂ സുഫിയാനെയും സംഘത്തെയും ഇനിയും സാമ്പത്തികമായി അവരെ ഉയരാൻ അവരെ സമ്മതിച്ചാൽ അത് തങ്ങൾക്കെതിരായി കൊണ്ട് തിരിയും എന്നുള്ളത് കൊണ്ടും മാത്രമല്ല അവർക്ക് അവകാശപ്പെട്ട സ്വത്തുക്കൾ അതിലുണ്ടായതുകൊണ്ടും അവരെ വഴിയിൽ വെച്ചുകൊണ്ട് തടഞ്ഞുകൊണ്ട് ആ സ്വത്തുക്കൾ പിടിച്ചെടുക്കണം എന്ന് അല്ലാഹുവിന്റെ ഓർഡർ വന്നത് പ്രകാരം മഹാനായിരിക്കുന്ന പ്രവാചകൻ അതിനെ പുറപ്പെട്ടു. എങ്കിലും അത് ഒരു യുദ്ധത്തിൽ കലാശിക്കുകയായിരുന്നു അല്ലാഹുവിന്റെ തീരുമാനപ്രകാരം തന്നെ. കാരണം അല്ലാഹുവിന്റെ തീരുമാനം കാഫിരി എന്നായിരുന്നു. കാഫികളുടെ അവിശ്വാസികളുടെ അടിവേരറുക്കുക എന്നായിരുന്നു അല്ലാഹുവിന്റെ തീരുമാനം. ആ തീരുമാനത്തിലേക്ക് സഹാബത്തിന്റെ അഭിപ്രായം അല്ലാഹുവിന്റെ റസൂൽ ആരാഞ്ഞ് കൊണ്ടുവരികയായിരുന്നു. അങ്ങനെ ബദർ നമുക്കറിയാം. അങ്ങനെ ബദറും അതുപോലെ തന്നെ ഉഹദും ചതിയാർ കുറൈശികൾ മടക്കം കൊണ്ട് ശരിയായി അകയിലൊൽപ്പു കിരീട്ടം കണ്ട് പൊതിമുത്തി റസൂൽ നബിയുള്ളാക്ക് കഅബം തവാഫും മറ്റു ഇബാദത്തുക്ക് തിക്കും ദിഹാമൂരിൽ പുറപ്പതുക്ക് തെരിയ കവാഫീറാൽ മഹാമൂടക്ക് ഹത്തിൻ വൈത്തൂടെ ചില പക്കത്തിൽ കനകാസനമോകൾ നിലയിതക്കത്തിൽ. ഈ കാരണത്താൽ അവരുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കാൻ വേണ്ടി ഒരുങ്ങി എന്നുള്ള കാരണത്താൽ തന്നെ മഹാനായിരിക്കുന്ന പ്രവാചകനെ കഅബ തവാഫ് ചെയ്യുവാനോ കഅബ സന്ദർശിക്കുവാനോ കാഫിറുകൾ സമ്മതിച്ചില്ല. ഇങ്ങനെ നിക്കും സമാധാനിൽ നിലാമാറുന്ന നിസ്സാര ശ്രീനാമങ്ങൾ സുജൂദായി വീണ് തക്കം കവിന്തത കഅബത്തുള്ള തനിയെ പോകാൻ തന്നോട് ഇറയിവേറ്റുള്ള. ഈ സമയത്ത് കഅബയിൽ കണ്ടമാനം 360ഓളം ബിംബങ്ങൾ അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നും ആ ബിംബങ്ങൾക്ക് അവിടെയുള്ള കാഫിറുകൾ ഖുറൈശികൾ സുജൂദ് ചെയ്തിരുന്നു എന്നും ഇങ്ങനെയുള്ള സമയത്ത് കഅബൻ തന്നെ അല്ലാഹുവിനോട് പരാതി പറഞ്ഞു എന്നുമാണ് ഈ ചരിത്രത്തിൽ കാണുന്നത്. എന്താണ് കഅബ അല്ലാഹുവിനോട് പറഞ്ഞത്? ഇറവായി ബൈത്തുൽ ഹറാമ അഇലൽ ഉലാ മഖാമ അറിയും ഖിബിലൽ അലാമ താകും എൻ്റതു താൻ കുർബായ റബ്ബ് എന്നെ കറവാക്കി വേട്ടതെന്നെ കലാമേന കേട്ടതെന്നെ പുലർന്നിടൈ വലിയേ ഇരിമാമീകന്ത കൂട്ടം ഇവരാൽ കവിന്ത് പാട്ടം ഇരഹം മാതിന്റെ നോട്ടം വിട്ടോ എന്നിടയിൽ. കഅബ അല്ലാഹുവോട് പറയുന്നു, അല്ലാഹുവേ, നിന്റെ വീടായിരിക്കുന്ന എന്നെ നീ റഹ്മത്തിന്റെ നോട്ടം എന്നിൽ നിന്ന് ഒഴിവാക്കിയോ റബ്ബേ. റബ്ബേ, നിന്റെ വീടായിരിക്കുന്ന എന്നിലാണല്ലോ ഈ നിർജീവികളായിരിക്കുന്ന വസ്തുക്കൾ ഈ കാഫിര്യങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത്, നിർമ്മിച്ചിരിക്കുന്നത്, പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതിനാണല്ലോ റബ്ബേ അവർ സുജൂദ് ചെയ്യുന്നത്. അതുകൊണ്ട് നാഥാ, ഇർഹം റഹ്മത്തിന്റെ നോട്ടം എന്നിൽ നിന്ന് വിട്ടോ അല്ലാഹുവേ എന്ന് ചോദിച്ചുകൊണ്ട് സങ്കടപ്പെടുകയാണ്. വീണ്ടും പറയുന്നു, തിരമാം ഹശറുതനത്തിൽ തെഹ്രീജം ആലബൈത്തിൽ തലയായി തീരീത്ത് ബേത്ത് ദന്നയാ ഫർദേ ഫർദാനെ നിന്മറുത്ത് പകരം സനാബെത്ത് പകരും ജയാലോത്ത് ഹറസാജിരഹൂ. അല്ലാഹുവേ,
നിന്റെ വീട്ടിലാണ് റബ്ബേ നിന്നെ പറഞ്ഞുകൊണ്ട് രാവും പകലും ഈ ബിംബങ്ങൾക്ക് സുജൂദ് ചെയ്യുന്നത്. അവരെ താങ്ങുവാൻ, അവരെ വഹിക്കാൻ ഞാൻ എന്റെ ശരീരം അവർക്ക് വേണ്ടി ഇതാ ഒളിച്ചു കൊടുക്കേണ്ടി വരുന്നില്ല റബ്ബേ. നിന്റെ വീടായിരിക്കുന്ന ഞാൻ ഈ ബിംബങ്ങൾക്ക് വേണ്ടി സംരക്ഷണം കൊടുക്കുന്നത് പോലെ അവരെ എന്റെ ഉള്ളിലാണല്ലോ റബ്ബെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അവിടെ വന്നുകൊണ്ടാണല്ലോ റബ്ബെ ഈ കാഫിര്യങ്ങൾ സുജൂദ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കാരണം അല്ലാഹുവോട് പരാതി പറയുകയാണ്. ഉരയുത്തിഹാമു തന്നിൽ ഇരിപ്പാനൊരുവാവതെന്നിൽ ഇല്ലായി വറുകൾ മുന്നിൽ യാ ഫത്താഹവനേ കരയും വീരുൾ പുകഞ്ഞ് കൊല്ലുസ്വനാമിറങ്ങ് സഹബത്തുള്ള മടങ്ങി യാതയാനവരേ. അല്ലാഹുവേ, നിന്റെ വീടിന്റെ ഉള്ളിലായിരിക്കുന്ന എന്റെ ഈ വാഴ്ത്തിൽ വെച്ചുകൊണ്ട് ഈ ബിംബങ്ങളെ സഹിക്കാനുള്ള കഴിവെനിക്കില്ല റബ്ബേ. ഈ ബിംബങ്ങൾക്ക് സുജൂദ് ചെയ്ത് കാണാനുള്ള കഴിവെനിക്കില്ല റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് കഅബ അല്ലാഹുവിനോട് അല്ലാഹുവിനോട് പരാതി പറയുകയാണ്. ഇരുൾ സിറാജിലെങ്കി അതിനാൽ ശൗകാശ പൊങ്കി ഇവരാൽ വീതോ വിലങ്കി മദീനയിൽ വെളിവായി വിളങ്ങും ഷറഫും വഖർബൈ ബിഹിമഖൂലും വഖർഫൈ വടിവാൽ സഹിലൽ ഹദ്ദൈ ആകുമുത്തി റസൂൽ ഇളயை നിഴലാൽ പരന്തേ ഇറസൂൽ നബിയയിന്തേ ഇശയിൽ ബാരൂത്തി ബന്തേ പാദം പാർത്തിടുവാൻ. അല്ലാഹുവേ, നിന്റെ ഹബീബായിരിക്കുന്ന മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നീ മദീനയിൽ വെച്ചിട്ടുണ്ടല്ലോ, മദീനയിലേക്ക് യാത്ര അയച്ചിട്ടുണ്ടല്ലോ. അല്ലാഹുവേ, ആ പുന്നാരയുടെ പാദസ്പർശനം ഏൽക്കാൻ ഞാൻ ആഗ്രഹിച്ചു പോകുന്നു റബ്ബേ. ആ പാദസ്പർശനം ഏറ്റുകൊണ്ട് പുളകിതമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു റബ്ബേ. അതുകൊണ്ട് ആ മുത്തുനബിയെ, ആ കരമിന്റെ കരളായിരിക്കുന്ന മുത്തുനബിയെ ഈ കഅബയിലേക്ക് വരുത്തിക്കൊണ്ട് എന്റെ ഉള്ളിൽ കാല് വെച്ചുകൊണ്ട് സന്തോഷിക്കാനുള്ള ഭാഗ്യം എനിക്ക് നീ നൽകണേ നാഥ എന്ന് പറഞ്ഞുകൊണ്ട് അളവില്ല യാതകേണ് അഹിതവനോട് വീണ് ആലം മണ്ടെങ്കിൽ ബാന് ഇരുന്ന വല്ലവരേ മൊഴിവാശം നിന്നരിക്ക് മാക്കം ഫാത്തിഹദാക്കി മരമെന്റെ താഹിറാക്കി കാരണം വലിയേ. അതുകൊണ്ട് അല്ലാഹുവേ, നിന്റെ പ്രവാചക പ്രഭുവായിരിക്കുന്ന പ്രവാചക ശ്രദ്ധയ്ക്ക് അന്ത്യം കുറിച്ച മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ടല്ലോ, ആ തങ്ങളുടെ പരിശുദ്ധമായിരിക്കുന്ന ആ പാദം ഈ എന്റെ വയറ്റിൽ വെച്ചുകൊണ്ട് എന്റെ ഈ ഉള്ളിൽ വെച്ചുകൊണ്ട് എനിക്ക് സന്തോഷിക്കാനുള്ള അവസരം നൽകണേ തമ്പുരാനെ. മക്കും അവരുടെ കയ്യാൽ നീ ഫതഹാക്കി കൊടുക്കണേ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് എന്നെ ഈ ബിംബങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് എന്നെ താഹിറാക്കി തരണേ, എന്നെ ശുദ്ധീകരിച്ച് തരണം അല്ലാഹുവേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. തരമിന്റെ വാർത്ത കൊല്ലും തനിയവനോട് ചൊല്ലും തെളിവായി താരീത്തതെല്ലാം എണ്ണുരത്തിടലായി അർശും കുറിശും ശിക്കായ തൊഴുതും കലമും ബക്കായ അറിവും ലൗഹം പബക്കായ താമേ അപ്പൊഴുതിൽ. ഇത് കേട്ടുകൊണ്ട് അല്ലാഹുവിന്റെ അർശ് കരയുകയാണ്, കുർസി കരയുകയാണ്, അതുപോലെ കലം കരയുകയാണ്. അല്ലാഹുവിന്റെ സൃഷ്ടികൾ മുഴുവനും കഅബയുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് കഅബയുടെ അപേക്ഷ കേട്ടുകൊണ്ട് കരയുകയാണ്. എന്നിട്ടോ മറയായി ഭിന്നോർകളെല്ലാം മാർത്താന്തൻ താരമല്ലോൻ മികക്കായി നാത്ത് കൊല്ലോ മേ അളുന്തിരവാൽ ഇരവോരിൽ രേഖലുണ്ടായി ഉങ്കൽ സുബീറയുണ്ടായി ഉടനെ ഈ ജാപത്തുണ്ടായി പാർത്തിടും ഉമൈകൾ ഇടമിന്റെ ബാർത്തറാവി അബുൽ ഹസനുൽ ബക്കരി ഉറയോയ് സാഹീഹ് കൂവ ലാഗും കണ്ടത് താൻ കടകത്തിഹാമിലുള്ളോർ കുടുങ്ങി പൂറൈശിനവാർ കതിമാദീനാവിൽ നല്ലോർ ചെയ്തിടും വിനയാൽ മുടങ്ങി ബൈഊക്കി പോക്കും മരനാൾ ദേശിച്ചിരിക്കും മതിയാനെ തീനുറക്കും വിട്ടൊഴിന്തിടുവാർ വടശൂജ ഓർകളൊത്ത്
ദഹറുന്നതിവത്തിടത്ത് ബലദോർഗളെ വരുത്തി കൂടി അശുളലിൽ. ഈ സമയത്ത് അള്ളാഹുവിന്റെ പക്കൽ നിന്ന് ഒരു അശരീരി കേൾക്കുകയാണ്, കഅബം നീ ക്ഷമിക്കുക, ഉടനെ തന്നെ നിന്റെ ദുആക്ക് ഉത്തരം ഉണ്ടായിരിക്കുന്നതാണ്, ഉടനെ തന്നെ മക്കം ഫതഹാക്കുന്നതാണ്, നിന്റെ ദുആക്ക് ഉത്തരം ഉടനടി ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അശരീരി അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് കേൾക്കുകയാണ്. അത് കേട്ടുകൊണ്ട് കഅബം കുളിക്കുകയാണ്, സന്തോഷിക്കുകയാണ്. ഇങ്ങനെ ഇത് ഒരു ഭാഗത്ത് നടക്കുന്നു. എന്നാൽ ബദർ വഴിക്ക് കച്ചവടത്തിന് ഖുറൈശികൾ പോകുമ്പോൾ മുഹമ്മദും അനുയായികളും തങ്ങളെ പിന്തുടരും എന്നുള്ള ആ ഭയം കാരണം അവർ ഷാമിലേക്കുള്ള കച്ചവടത്തിൽ പോക്ക് നിർത്തി. മാത്രമല്ല അവർക്ക് ഏറ്റവും വലിയ ഒരു എൻജോയ്മെന്റ് ആയിരുന്നു ആ കച്ചവടത്തിന് പോക്കും, അതുപോലെ തന്നെ അവിടെ രസിച്ചിരിക്കലും, അതുപോലെ തന്നെ മറ്റുള്ളത്. ഇതൊക്കെ അവരുടെ ഒരു ജീവിതത്തിന്റെ മാർഗം എന്നതിലുപരി അതോടുകൂടെ അവർക്കൊരു രസകരമായിരിക്കുന്ന യാത്രയും ആയിരുന്നു. ഇത് മുഴുവനും നിലച്ചപ്പോൾ അവരുടെ ജീവിതം തന്നെ വഴിമുട്ടിപ്പോയി. അങ്ങനെ മുട്ടിയപ്പോൾ എന്താണ് ഇതിനൊരു പരിഹാരം എന്നുള്ളത് കാണാൻ വേണ്ടി എന്താണ് ഇതിനൊരു പരിഹാരം കണ്ടേ മതിയാവൂ, ഇത് ഈ രൂപത്തിൽ മുന്നോട്ട് പോയാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അബൂ സുഫിയാന് മക്കയിലുള്ള പ്രമുഖരായിരിക്കുന്ന ആളുകളെ മുഴുവനും ദാറുൽ നദവത്തിൽ വിളിച്ചുകൊണ്ട് ഒരു യോഗം ചേരുകയാണ്. ആ യോഗത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കുന്നു. എന്തൊക്കെയാണ് ആ തീരുമാനങ്ങൾ എന്നും പിന്നീട് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നും ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ദിവസങ്ങളിൽ പറയുവാനും കേൾക്കുവാനും സർവശക്തനായിരിക്കുന്ന അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന്